ഹലോ, വെൽക്കം ടു സ്മാർട്ട് ശ്രീ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലെ, സമയവും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് ടൈം, ഡിസ്റ്റൻസ്, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചു. ദൂരം അല്ലെ, ടൈം, ഡിസ്റ്റൻസും അതുപോലെ തന്നെ സ്പീഡും വേഗതയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ടൈം ഡിസ്റ്റൻസ് പഠിക്കണമെങ്കിൽ പഠിക്കുക. അതിന്റെ ഇക്വേഷൻസ് അതെങ്ങനെ ഫോം ചെയ്തു, ആ ഇക്വേഷൻ എങ്ങനെയാണ്, അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള രൂപത്തിൽ എങ്ങനെ തന്നു എന്നൊക്കെ കണ്ടല്ലോ. ഒന്ന് രണ്ട് കുറച്ച് പ്രോബ്ലംസ് നമ്മൾ അത് ചെയ്യുകയും ചെയ്തു. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ വീണ്ടും അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും എങ്ങനെയാണ് ഒരു കിലോമീറ്റർ പെർ അവർ, അതായത് മണിക്കൂറിൽ ഇത്ര വേഗതയിൽ സഞ്ചരിക്കുന്നത് അത് മീറ്റർ പെർ സെക്കൻഡ്സിലേക്കും ആൻഡ് തിരിച്ച് മീറ്റർ പെർ സെക്കൻഡ്സിനെ കിലോമീറ്റർ പെർ അവറിലേക്കും കൺവേർട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ മീറ്റർ പെർ മിനിറ്റിനെ കിലോമീറ്റർ പെർ അവറിലേക്ക്, നേരെ തിരിച്ച് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ മിനിറ്റിലേക്കും കൺവേർട്ട് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചെയ്താലോ. ആദ്യം ചെയ്യാൻ പോകുന്നത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും. ഒന്ന് രണ്ട് കണക്കുകൾ നമുക്ക് അത് ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് ചെയ്യാം. എല്ലാത്തിന്റെയും ഈ രണ്ട് കണക്കുകൾ കൂടി ചെയ്തിട്ട് മനസ്സിലാക്കാം. അപ്പൊ കിലോമീറ്റർ പെർ അവർ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഭാഗം. നോക്കുക, ശ്രദ്ധിക്കുക. എങ്ങനെയാണ് കിലോമീറ്റർ പെർ അവറിൽ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുണ്ടായിരിക്കാം. നേരെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയായിരിക്കും. ഇത്ര കിലോമീറ്റർ പെർ അവർ, അത് ഇത്ര മീറ്റർ പെർ സെക്കൻഡ്സിന് ഈക്വൽ ആണ്, ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ പെർ സെക്കൻഡ്സ് എന്നോ, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കിലോമീറ്റർ പെർ അവറിൽ തന്നിട്ട് അതിന്റെ ആൻസറിലെ സൊല്യൂഷൻസിൽ വന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മളുടെ യൂണിറ്റ് എങ്കിൽ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് എഴുതുന്നതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുക. കിലോമീറ്റർ പെർ അവർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്മോൾ യൂണിറ്റ്. അതായത് കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. കഴിഞ്ഞ ദിവസം പറഞ്ഞു, പക്ഷെ ഒന്നുകൂടി മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഷോർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ ആ ഒരു മീറ്റർ സെക്കൻഡ്സിലേക്ക് മാറ്റുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് ഞാനിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് 72 കിലോമീറ്റർ പെർ അവർ is equal to dash meter per seconds എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് തരുന്നതെങ്കിൽ how can we calculate, അതായത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് നമുക്ക് തന്നിരിക്കുന്ന കിലോമീറ്റർ പെർ അവർ ഉണ്ടല്ലോ, അതിനെ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. ഷോർട്ടായിട്ട് ചെറുതായിട്ട് നമുക്ക് എഴുതിയാൽ അതെങ്ങനെയാണ് വന്നതെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ്. പക്ഷെ അതിന്റെ കണക്കുകൾ അധികം ചെയ്തില്ല. അപ്പൊ 1, 2, 3 കണക്കുകളാണ് നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെയും ചെയ്യാൻ പോണം. ആദ്യം കിലോമീറ്റർ പെർ അവറിനെ എങ്ങനെയാണ് മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നതിനാണ് നമ്മൾ അതിനെ ഷോർട്ടാക്കി പറയുന്നതാണ് കിലോമീറ്റർ പെർ അവർ എന്നുള്ളത്. അതിനെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ കിലോമീറ്ററിന്റെ കുറച്ചും കൂടി ചെറിയ യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത്. മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ 72 കിലോമീറ്റർ പെർ അവർ ഈസ് ടു ബി ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫോംഡ് ഇൻ ടു മീറ്റർ പെർ സെക്കൻഡ്സ്. മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ, അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് 72 × 5/18 കണ്ടല്ലോ. അതായത് തന്നിരിക്കുന്ന കിലോമീറ്റർ പെർ അവറിന്റെ വാല്യൂവിനെ നമ്മൾ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. 5/18 എങ്ങനെ വന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ. അതായത് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. 1 അവർ എന്ന് പറയുന്നത് 1/60 × 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3600 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്തു? അത് നമ്മൾ അതിനെ കിലോമീറ്റർ പെർ അവറിന് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞത്? 5/18 ആയിട്ട് നമ്മൾ അതിനെ ചെറുതാക്കിയത്. അപ്പൊ 5/18 1000/36, 2 0 വെട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 10/36, അതിനെ ഒന്നുകൂടി ചെറുതാക്കിയിട്ടാണ് 5/18 കിട്ടിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്താണ്. അപ്പൊ നമുക്ക് ഇതിനെ വെട്ടി
ചെറുതാക്കാം. 72-ല് 18 കറക്റ്റ് ആയിട്ട് എത്ര പ്രാവശ്യം പോകും? 20. അപ്പൊ 20 5 × 4 20 മീറ്റർ പെർ സെക്കൻഡ്. സോ ദ ആൻസർ ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെയാണ് 72 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഏത് കിലോമീറ്റർ പെർ അവറിനെയും മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന ആ ഒരു യൂണിറ്റിനെ എത്ര കൊണ്ട്? 5/18 കൊണ്ട് ഗുണിക്കുക. മനസ്സിലാത്തവർക്ക് നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 36 കിലോമീറ്റർ പെർ അവർ. നമുക്ക് ചെയ്യാലോ, ഒരുമിച്ച് നിങ്ങളൊന്ന് ചെയ്തേ. ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ പെർ സെക്കൻഡ്സ്. 36 കിലോമീറ്റർ പെർ അവർ. വീണ്ടും എന്ത് ചെയ്യണം? 36 × 5/18. 18 36-ല് 2 ടൈംസ് പോകും. 10 2 × 5 10 മീറ്റർ പെർ സെക്കൻഡ്സ്. കിട്ടിയല്ലോ. അപ്പൊ 36 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് എത്രയിന് ഈക്വൽ ആണ്? 10 മീറ്റർ പെർ സെക്കൻഡ്സിന് ഈക്വൽ ആണ്. 36 കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് 10 മീറ്റർ പെർ സെക്കൻഡ്സിന് ഈക്വൽ ആണ്. ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാം. 90 കിലോമീറ്റർ പെർ അവർ. 90 കിലോമീറ്റർ പെർ അവർ ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ പെർ സെക്കൻഡ്സ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? 90 × 5/18. കണ്ടല്ലോ, എല്ലായിടത്തും നമ്മൾ 5/18 കൊണ്ടാണ് ഗുണിച്ചത്. ടു കൺവേർട്ട് ദ കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ്സ്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 5/18 കൊണ്ടാണ് ഗുണിക്കുക. വീണ്ടും നമ്മൾ 18 90-ല് കറക്റ്റ് ആയിട്ട് പോകുമെന്ന് നോക്കാം. 18 എത്ര പ്രാവശ്യം പോകും? 90-ല് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഗുണിച്ച് ചെയ്യാം. 90 / 18 കറക്റ്റ് ആയിട്ട് പോകുമോ? 5 ടൈംസ് പോകുമല്ല. 0 5 4 20 90 കറക്റ്റ് ആയിട്ട് പോകും. സോ 5 ടൈംസ് 5 × 5 25 മീറ്റർ പെർ സെക്കൻഡ്സ്. കണ്ടല്ലോ. അപ്പൊ നമ്മൾ 3 കണക്കുകൾ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് ആക്കുന്ന 3 കണക്കുകളാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നേരെ തിരിച്ചും വരാൻ സാധ്യതയുണ്ട്. മീറ്റർ പെർ സെക്കൻഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മീറ്റർ പെർ സെക്കൻഡ്സ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാകുക. ആൻഡ് വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. വി ആർ ഗോയിങ് ടു ചേഞ്ച് മീറ്റർ പെർ സെക്കൻഡ്സ് ടു കിലോമീറ്റർ പെർ അവർ. കണ്ടല്ലോ, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നേരെ തിരിച്ചു ചെയ്താൽ മതി. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം മനസ്സിലാക്കി വെക്കുക. കിലോമീറ്റർ ആണ് വലിയ യൂണിറ്റ്. മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുന്നു. ഇനി നേരെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡ്സിനെ കിലോമീറ്റർ ഇതിന്റെ റിവേഴ്സ് ആണ് എങ്കിൽ അതെന്ത് ചെയ്യണം? ഇൻറ്റു 18/5 ചെയ്താൽ മതി. ഈ കാര്യം ഓർത്തിരിക്കുക. നിങ്ങൾ അവിടെ ബ്രാക്കറ്റിൽ അവിടെ എഴുതി വെച്ചേക്കുക. അപ്പൊ പിന്നെ മനസ്സിലായിക്കോളും. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ്സിലേക്കാണെങ്കിൽ ഇൻറ്റു 5/18. മീറ്റർ പെർ സെക്കൻഡ്സ് കിലോമീറ്റർ പെർ അവറിലേക്കാണെങ്കിൽ 18/5. അപ്പൊ 1-2 കണക്കുകൾ നമുക്ക് അതിന്റെയും ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇത് ചെയ്യാം. 25 മീറ്റർ പെർ സെക്കൻഡ്സ് ആണ് ഇസ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ പെർ അവർ എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്ത് ചെയ്യും? 25 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ തന്നേക്കുന്നത്. കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ 25 × 18/5 is equal to 25 5 times 5 × 18. ഇവിടെ നമ്മൾ നേരത്തെ ഓൾറെഡി 18 / 90 ചെയ്താണ് 5 കിട്ടി എന്ന് വെച്ചാൽ 5 × 18 ആണ് 90 ആണ് അതിന്റെ ആൻസർ. 90 കിലോമീറ്റർ പെർ അവർ. കണ്ടല്ലോ, നമ്മളിത് 25 മീറ്റർ പെർ സെക്കൻഡ്സ് കിട്ടിയത് എപ്പോഴായിരുന്നു? 90 കിലോമീറ്റർ പെർ അവർ ചെയ്തത് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ്സിലാക്കിയപ്പോ 25 മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയിരുന്നു അല്ലെ? നേരത്തെ ചെയ്തപ്പോ കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക്. അതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ്സിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് തന്നെ കിട്ടണ്ടേ? അപ്പൊ 90 കിലോമീറ്റർ പെർ അവർ. നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വീണ്ടും 2 ക്വസ്റ്റ്യൻസ് തരാം. ഒന്ന് 45 മീറ്റർ പെർ സെക്കൻഡ്സ് is equal to dash kilometer per hour. ചെയ്തു നോക്കാം. ആൻഡ് ഒരെണ്ണം കൂടി 105 മീറ്റർ പെർ സെക്കൻഡ്സ് 105 meter per seconds is equal to dash kilometer per hour. ഈ 2 ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ ചെയ്തു നോക്കാം. എന്താണ് ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് വേഗം ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 45 മീറ്റർ പെർ സെക്കൻഡ്സ് is equal to dash kilometer per hour. അതുപോലെ തന്നെ 105 മീറ്റർ പെർ സെക്കൻഡ്സ് equal to dash kilometer per hour. നിങ്ങൾ കണ്ടുപിടിക്കുക. വേഗം തന്നെ ചെയ്തൊന്ന് അതിന്റെ ആൻസർ കണ്ടുപിടിച്ചേ. കിട്ടിയോ? ആൻസർ നമ്മൾ ചെയ്യേണ്ടത് 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആദ്യത്തേത് 45 × 18/5 ആണ്. 5ന്റെ ടേബിളിൽ 45 കൃത്യമായിട്ട് പോകും 9 ടൈംസ് അല്ലെ? 9 പ്രാവശ്യം. അപ്പൊ 9 × 18 9നെ 18 കൊണ്ട് ഗുണിക്കാം. 9 × 8 72, ബാലൻസ് 7. 1 × 9 9 7 16. 162 കിലോമീറ്റർ പെർ അവർ. അതാണോ ആൻസർ കിട്ടിയേക്കണേന്ന് നോക്കുക.
നിങ്ങളുടെ ആൻസർ ഇവിടെ കിടക്കുന്ന ആൻസറുമായിട്ട് ചെക്ക് ചെയ്ത് മാച്ച് ചെയ്ത് നോക്കുക. 45 മീറ്റർ പെർ സെക്കൻഡ്സ് നമ്മൾ ചെയ്യുമ്പോൾ 162 കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നിരുന്നു, 105 മീറ്റർ പെർ സെക്കൻഡ്സ് ആണ്, അത് കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ 18/5. വെട്ടി ചെറുതാക്കാൻ പറ്റുന്ന, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആദ്യം തമ്മിൽ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന ആൻസർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്ത് പറ്റും, മൾട്ടിപ്ലിക്കേഷൻ ഗുണനം ആദ്യം നടത്തി കഴിഞ്ഞാൽ കുറച്ച് സംഖ്യ വലുതായി പോകും. അപ്പൊ ഡിവൈഡ് ചെയ്യേണ്ട ടാസ്കും കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. 5 10 നമുക്കറിയാം, 5 10 2 ടൈംസ് പോകും, 5 5 1 ടൈം. അപ്പൊ 21 × 18, 21 × 18 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും 8 16 1 2 8 7 3 378 കിലോമീറ്റർ പെർ അവർ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന മീറ്റർ പെർ സെക്കൻഡ്സിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 18/5 കൊണ്ടും, എന്നാൽ നേരെ തിരിച്ച് കിലോമീറ്റർ പെർ അവറിന് മീറ്റർ പെർ സെക്കൻഡ്സിലേക്ക് ആക്കാൻ 5/18. അത് തമ്മിലുള്ള ബന്ധതാണ്. ഒന്നിന്റെ റെസിപ്രോക്കൽ ആണ്. ഒന്ന് ഓർക്കുക, ഒന്നിന്റെ വിൽക്രമമാണ്. 5/18 വിൽക്രമമാണ് 18/5. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ. അടുത്തത് നമുക്ക് ഇനി ചെയ്യേണ്ടത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് മീറ്റർ പെർ മിനിറ്റിനെ 2 കിലോമീറ്റർ പെർ അവറിലേക്കാണ്. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. മീറ്റർ പെർ മിനിറ്റ് ആണ്, 2 കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ മീറ്റർ പെർ മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ ഇതാണ്, ഒരു ഡിനോമിനേഷൻ ആണ്. കിലോമീറ്റർ പെർ അവറിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കൊന്ന് ബ്രാക്കറ്റ് ഇട്ട് ഇവിടെ എഴുതാം. ഇറ്റ് ഈസ് ടു ബി മൾട്ടിപ്ലൈഡ് ബൈ 3/50. എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? 3/50 കൊണ്ട് ഗുണിച്ചാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന മീറ്റർ പെർ മിനിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്ത 5/18 അതിന്റെ റെസിപ്രോക്കലും ചെയ്തതുപോലെ തന്നെ അടുത്തത് നമ്മൾ മീറ്റർ പെർ മിനിറ്റിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കാൻ 3/50 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ 300 മീറ്റർ പെർ മിനിറ്റ് ആണെങ്കിൽ 300 മീറ്റർ പെർ മിനിറ്റ് 300 മീറ്റർ പെർ മിനിറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ പെർ അവർ എന്ന് ചോദിച്ചാൽ ഇത് നമ്മളെങ്ങനെ ഫില്ല് ചെയ്യണം? ആ തന്നിരിക്കുന്ന 300നെ 300 × 3/50 ചെയ്യുക. അപ്പൊ 0 വെട്ടിക്കളയാം. 5 30 കൃത്യമായിട്ട് 6 ടൈംസ് പോകും, 18 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. കിട്ടിയല്ലോ? അതായത് മീറ്റർ പെർ സെക്കൻഡ്സിൽ ഏത് യൂണിറ്റിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നിരിക്കുന്ന ആ ഒരു എന്താ പറയാ ഷോർട്ട് ഫോം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് മീറ്റർ പെർ മിനിറ്റ് ആണ്, കിലോമീറ്റർ പെർ അവറിലേക്ക്. മറ്റേത് മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലേക്ക് 18/5 ആണെങ്കിൽ മീറ്റർ പെർ മിനിറ്റ് കിലോമീറ്റർ പെർ അവറിലേക്ക് 3/50 കൊണ്ട് ഗുണിക്കാം. വേറെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 100 മീറ്റർ പെർ മിനിറ്റ് ആണ് എങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് കിലോമീറ്റർ പെർ അവർ എന്ന് ചോദിച്ചാൽ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 100 × 3/50. 50ൽ 100 കറക്റ്റ് ആയിട്ട് നമുക്കറിയാം 2 ടൈംസ് പോകും, 6 കിലോമീറ്റർ പെർ അവർ എന്നാണ് നമുക്ക് കിട്ടുക. 6 കിലോമീറ്റർ പെർ അവർ. അപ്പൊ നമ്മൾ മീറ്റർ പെർ മിനിറ്റിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കണ്ടല്ലോ. അപ്പൊ ആദ്യം പഠിച്ചത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക്, നേരെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക്. അതുപോലെ തന്നെ ഇനി നമ്മൾ പഠിക്കുന്നത് മീറ്റർ പെർ മിനിറ്റിനെ കിലോമീറ്റർ പെർ അവറിലേക്ക്. അപ്പൊ അടുത്തത് എന്തായിരിക്കണം? നേരെ തിരിച്ചല്ലേ വരേണ്ടത്. ഇത് നേരെ തിരിക്കുക. എന്തായിരിക്കും അത് വരേണ്ടത്? കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ എന്താക്കാൻ പോകുന്നു? കിലോമീറ്റർ പെർ അവറിനെ 2 മീറ്റർ പെർ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ എന്ത് ചെയ്യണമായിരിക്കും? നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പൊ നമ്മൾ ചെയ്തത് 3/50 കൊണ്ട് 3/50 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത് അല്ലെ. 3/50 കൊണ്ട് ഗുണിച്ചെങ്കിൽ ഇവിടെ എന്തായിരിക്കും? നേരെ തിരിഞ്ഞാണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആണ്. നേരത്തെ അതുപോലെ തന്നെയല്ലേ ചെയ്തത്, അതിന്റെ റെസിപ്രോക്കൽ വിൽക്രമാണ്. അപ്പൊ എന്തായിരിക്കും ഗുണിക്കേണ്ടത്? 50/3 കൊണ്ട് ഗുണിക്കണം. ഇൻറ്റു 50/3 ആണ്. 50/3 അതിന്റെ ബ്രാക്കറ്റിലെ ഇൻറ്റു ഇട്ട് അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇതിനെ നമ്മൾ മീറ്റർ പെർ മിനിറ്റിലേക്ക് ആക്കുമ്പോൾ 50/3 കൊണ്ട് അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് 60 കിലോമീറ്റർ പെർ അവർ, 60 കിലോമീറ്റർ പെർ അവർ എന്നാണെങ്കിൽ ഡാഷ് മീറ്റർ പെർ മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാം. 60 × 50/3 ആണ്. 3 കറക്റ്റ് ആയിട്ട് 2 ടൈംസ് പോകും, 20 × 50 ആണ്. 20 × 50 2 × 5 10 ആണ്.
2 0 കൂടി ചേർക്കണം. സോ 1000 മീറ്റർ പെർ മിനിറ്റ് എന്നാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇതുപോലെ ഇവ തമ്മിലുള്ള ബന്ധം അതാണ്. മീറ്റർ പെർ സെക്കൻഡ്സിനെ എന്താ പറയാ നമ്മൾ കിലോമീറ്റർ പെർ അവറിലേക്കും അതുപോലെ തന്നെ മീറ്റർ പെർ മിനിറ്റിനെ നമ്മൾ കിലോമീറ്റർ പെർ അവറിലേക്കും ഒക്കെ കൺവേർട്ട് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഈ കാര്യങ്ങൾ രണ്ടെണ്ണം ഓർത്തിരിക്കുക. ഒന്ന് ആദ്യത്തേത് 5/18, അത് കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡും തമ്മിലുള്ള ബന്ധമാണ്. 5/18 ഒന്നൊന്നിന്റെ റെസിപ്രോക്കൽ 18/5. ഇത് മീറ്റർ പെർ മിനിറ്റ് ആണ്. മിനിറ്റിന് 3/50, അതിന്റെ റെസിപ്രോക്കൽ 50/3 എന്നാണ്. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകൾ ഒന്ന് ചെയ്താലോ? 2-3 കണക്ക് കൂടി ചെയ്യാം. എങ്ങനെയാണ് ഇതിങ്ങനെ വലിയൊരു നീണ്ട ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഹൗ ക്യാൻ വി സോൾവ്, നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നോക്കുക. A car traveled in 5 hours at a speed of 20 meter per seconds. Then what is the distance? What is the distance traveled by the car? എന്നാണ് ചോദ്യം. The car traveled in 5 hours at a speed of 20 meter per seconds. 20 meter per seconds-ല് 5 മണിക്കൂർ കൊണ്ട് ഒരു കാറ് സഞ്ചരിക്കുന്നു എങ്കിൽ അത് എത്ര ഡിസ്റ്റൻസിലാണ് ട്രാവൽ ചെയ്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡിലാണ് നമുക്ക് സ്പീഡിന്റെ ആ ഒരു തന്നിരിക്കുന്നത്. ആ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, ആ സ്പീഡ് തന്നിരിക്കുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് അവേഴ്സ് ആണ് നമുക്ക് ഇവിടെ സഞ്ചരിക്കുന്ന ദൂരം മണിക്കൂറിലാണ് തന്നിരിക്കുന്നത്, 5 മണിക്കൂർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന മീറ്റർ പെർ സെക്കൻഡ് 20 മീറ്റർ പെർ സെക്കൻഡ് നമ്മുടെ അവേഴ്സ് എത്ര സഞ്ചരിച്ചു എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ടൈം തന്നിരിക്കുന്നത് അവേഴ്സിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മീറ്റർ പെർ സെക്കൻഡിന് നമുക്ക് എന്ത് ചെയ്യാം? കിലോമീറ്റർ പെർ അവറിലേക്ക് നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? തൊട്ട് മുന്നിൽ ഇപ്പൊ തന്നെ പഠിച്ചതാണല്ലോ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്തു? ഇൻറ്റു 18/5 ചെയ്യണം എന്നാണ് പഠിച്ചത്. 5/18 റെസിപ്രോക്കൽ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 20 × 18/5 നമുക്കറിയാം. ഇത് കൊണ്ട് വെട്ടിക്ക് ചെറുതാക്കാം. 4 times 5 20 4 പ്രാവശ്യം. 4 × 18 എത്രയാണ്? 72. 4 8s are 32-ന് 2 എഴുതി. ബാലൻസ് 3. 1 4 is 4. 4 + 3 7. 72 കിലോമീറ്റർ പെർ അവർ എന്നാണ് നമുക്ക് കിട്ടുക. ഇതെന്ത് കിട്ടിയത്? ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഡിസ്റ്റൻസ് അല്ല, നമുക്ക് കിട്ടിയത് എന്താണ്? സ്പീഡാണ്. നമുക്ക് തന്നിരുന്ന മീറ്റർ പെർ സെക്കൻഡ്സിൽ തന്നിരിക്കുന്ന സ്പീഡിനെ നമ്മൾ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ടൈം തന്നിരിക്കുന്നത് 5 hours ആണ്. 5 മണിക്കൂറാണ് തന്നിരിക്കുന്നത്. ആൻഡ് ദ സ്പീഡ് ഈസ് ഗിവൺ ഇൻ മീറ്റർ പെർ സെക്കൻഡ്. സോ നമ്മൾ എന്ത് ചെയ്തു? അതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. എന്താണ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഓർക്കണ്ടോ? ആ ഒരു ട്രയാങ്കിളിൽ നമ്മൾ എഴുതി വെച്ചത്, ട്രയാങ്കിളിൽ ഡിസ്റ്റൻസ് ആണ് മുകളിൽ എഴുതിയത്, താഴെ നമ്മൾ സ്പീഡും ടൈമും നേരെ എഴുതിയിട്ടുണ്ട്. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സമയവും വേഗതയും തമ്മിൽ ഗുണിക്കുക. വേഗത ഇൻറ്റു സമയം. വേഗത ഇൻറ്റു സമയമാണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ദൂരം കാണാനുള്ള ഇക്വേഷൻ ആണ്. ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. A car traveled in 5 hours at a speed of 20 meter per seconds. ഒരു കാറ് 5 മണിക്കൂർ കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സഞ്ചരിച്ച ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് മലയാളത്തിൽ അതിന്റെ മീനിങ് അങ്ങനെയാണ്. അപ്പൊ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്നു സ്പീഡ് ഇൻറ്റു ടൈം. പക്ഷേ സ്പീഡ് ഇൻറ്റു ടൈം നമുക്ക് സ്പീഡ് തന്നിരിക്കുന്നത് മീറ്റർ പെർ സെക്കൻഡ്സിലായതുകൊണ്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കിയിട്ടുണ്ട്. ടൈം നിങ്ങൾക്ക് തന്നിരിക്കുന്ന 5 hours ആണ്. സോ ലെറ്റ്സ് ഗിവ്. ഇവിടെ സ്പീഡ് നമുക്ക് കൊടുക്കാം 72 കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ്. അപ്പൊ 72 കൊടുക്കുന്നു. ഇൻറ്റു ടൈം എത്രയാണ്? 5 hours ആണ്. അപ്പൊ 72 × 5 2 10 ബാലൻസ് 1 35 36 360 കിലോമീറ്റർ ദൂരമാണ് ആ കാറ് സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പൊ കിട്ടിയല്ലോ. എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഈ തന്നിരിക്കുന്ന
മെഷർമെന്റുകളൊക്കെ ഒന്ന് നോക്കുക. അവേഴ്സും ഇത് മീറ്റർ പെർ സെക്കൻഡിലും ആയതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് കിലോമീറ്റർ പെർ അവറിലാക്കിയാലാണ് നമുക്ക് അതിന്റെ അവർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ള സ്പീഡ് തന്നിരിക്കുന്നത് വെച്ചിട്ട് നമുക്ക് അതിന്റെ ദൂരം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് കിലോമീറ്ററിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് കിലോമീറ്റർ പെർ അവറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എ കാർ ട്രാവൽഡ് ഇൻ 5 hours അറ്റ് എ സ്പീഡ് ഓഫ് 20 meter per second ആൻഡ് വാട്ട് വാസ് ദ സ്പീഡ് ഓഫ് ദ കാർ. കാറിന്റെ വേഗത എത്രയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ a bicycle is 360 kilometer and the time taken is 2 hours. എന്ത് കണ്ടുപിടിക്കണമായിരിക്കും? നോക്കിയാൽ ഇവിടെ എന്തൊക്കെയാ തന്നേക്കണേ? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 360 കിലോമീറ്റർ ആൻഡ് ദ ടൈം ടേക്കൺ ഈസ് 2 hours. സോ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്തായിരിക്കും? വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബൈസിക്കിൾ? സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഷോർട്ടാക്കി അവിടെ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ സ്പീഡ്? വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ കിലോമീറ്റർ, ഇവിടെ 2 hours ഒക്കെ തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കിലോമീറ്റർ പെർ അവറിൽ തന്നെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക ആണല്ലോ. കാരണം എന്താണ്? ഇവിടെ അവേഴ്സും ഇത് കിലോമീറ്ററും തന്നെയാണ്. ആ ഡിനോമിനേഷൻ അങ്ങനെയാണ്. സോ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം. എന്താ സ്പീഡ് കാണാൻ ഇക്വേഷൻ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഒരെണ്ണം മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളൂ. ആ ട്രയാങ്കിൾ ഓർക്കുക. വീണ്ടും ട്രയാങ്കിൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഡിസ്റ്റൻസ് ആണ് ആ ട്രയാങ്കിളിന്റെ മുകളിലെ ഭാഗത്ത് നമ്മൾ എഴുതിയത്. ഓർക്കണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയത് ഇവിടെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എഴുതിയത്. ഇവിടെ സ്പീഡും ഇവിടെ ടൈമും ആണ് എഴുതിയത്. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം കണ്ടല്ലോ. d/t ആണ് ഡിസ്റ്റൻസ് ബൈ ടൈം. വേഗത എന്ന് പറയുന്നത് വേഗത സമം ദൂരം ബൈ സമയം. നോക്കാം. ദൂരം നമുക്ക് തന്നിരിക്കുന്നത് 360 കിലോമീറ്റർ ആൻഡ് ടൈം തന്നിരിക്കുന്നത് 2 hours. 2നെ നമുക്ക് 36 കൊണ്ട് കറക്റ്റ് ആയിട്ട് വെട്ടാം. 180 കിലോമീറ്റർ പെർ അവർ എന്ന് സ്പീഡ് എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതണം. എന്തായാലും മീറ്റർ പെർ സെക്കൻഡോ കിലോമീറ്റർ പെർ അവറോ മീറ്ററും സെക്കൻഡും ഒക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ചോദ്യത്തിലെങ്കിൽ അത് നമ്മൾ എഴുതുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എഴുതണം. ഇവിടെ കിലോമീറ്ററും അവറും ഒക്കെയാണ് തന്നിരിക്കുന്നത്. സോ 180 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. കിട്ടിയല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് ചെയ്യാം. The speed of a car is 72 kilometer per hour and the distance traveled is 18 kilometer. Then എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? നോക്കിയാൽ നിങ്ങൾ എന്താ തന്നിരിക്കുന്നത്? 72 കിലോമീറ്റർ പെർ അവർ എന്ന് തന്നിരിക്കുന്നത് സ്പീഡാണ്. ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത് തന്നിരിക്കുന്നത് 18 കിലോമീറ്റർ ആണ്. അപ്പൊ എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? സോ യു ഹാവ് ടു ഫൈൻഡ് ദ ടൈം. നമ്മൾ ആദ്യത്തേൽ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് ചെയ്യാനായിരുന്നു. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം നമ്മൾ ചെയ്തത്. രണ്ടാമത് നമ്മൾ സ്പീഡ് വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ചെയ്തത്. അപ്പൊ വേഗത കണ്ടുപിടിച്ചു. അടുത്തതിലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വേഗതയും തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് നമ്മൾ സഞ്ചരിച്ച ദൂരവും തന്നിട്ടുണ്ട്, ടൈം ടേക്കൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. തന്നിരിക്കുന്ന ആ ട്രയാങ്കിളിലെ ഇക്വേഷൻ എന്തായിരുന്നു? അത് ടൈം ഇവിടെ സൈഡിൽ. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് നമുക്ക് സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സമയം സമം ദൂരം ബൈ വേഗത. കണ്ടല്ലോ, ദൂരം ബൈ വേഗത. ദൂരം എത്രയുണ്ട്? ദൂരം 18 ബൈ വേഗത എത്രയാണ്? 72 ആണ്. അപ്പൊ എങ്ങനെ ഡിവൈഡ് ചെയ്യും? 18/72 എന്നാണ് വരേണ്ടത്. കാരണം ദൂരം നമുക്ക് തന്നിരിക്കുന്നത് 18 കിലോമീറ്റർ ആണ്. വേഗത 72 ആണ്. നമുക്കറിയാം അത് വലുതാണ്, പക്ഷേ നമുക്ക് എഴുതിയേ മതിയാകൂ. സോ 18 എന്ന് പറയുന്നത് 72 എത്ര പ്രാവശ്യം പോകുന്ന അറിയാമോ?
4 times 1/4 എന്ന് കിട്ടും. 1/4 അവർ എന്നാണ് നമുക്ക് കിട്ടുക. 1/4 മണിക്കൂർ എന്ന് 1/4 മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിനെ നമുക്കൊന്ന് വേണമെങ്കിൽ അതിനൊന്ന് ചെറുതാക്കി എഴുതാം. മണിക്കൂർ 1/4 മണിക്കൂർ എന്ന് നമ്മൾ പറയാറില്ലല്ലോ. അപ്പൊ നമുക്ക് 1/4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 hour 60 മിനിറ്റ്സ് ആണ്. 60/4 അതായത് 15 മിനിറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. 15 മിനിറ്റ് ആണ് എടുക്കുക. അല്ലെങ്കിൽ കാൽ മണിക്കൂർ എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. അപ്പൊ കാൽ മണിക്കൂർ എന്നോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 60/4 ദാറ്റ് ഈസ് 15 മിനിറ്റ്സ് എന്നോ നമുക്ക് പറയാം ആൻസർ. കാരണം നമുക്ക് തന്നിരുന്നതില് ദൂരം ചെറിയ ഒരു സംഖ്യയായിരുന്നു, വേഗത അതിനേക്കാൾ വലുതാണ്. അപ്പോൾ 18/72 അതിനെ നമ്മളൊന്ന് ചെറുതാക്കി 1/4 കിട്ടി. 1/4 hours എന്നോ അല്ലെങ്കിൽ 1/4 അവർ എന്ന കാൽ മണിക്കൂർ എന്ന് നമ്മൾ പറയും. അതിനെ നമുക്ക് വേണമെങ്കിൽ മണിക്കൂറിനെ അതിനെ മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1 hour എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ്. 60/60 എന്ന് പറയുന്നത് 1 മണിക്കൂറാണല്ലോ. 60നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 15 മിനിറ്റ്. അപ്പൊ ഇത് നമുക്ക് കണ്ടുപിടിച്ചത് ടൈം ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ചെയ്തു, പിന്നെ സ്പീഡ് കണ്ടുപിടിച്ചു, പിന്നെ ടൈം കണ്ടുപിടിച്ചു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ടൈം, ഡിസ്റ്റൻസ്, സ്പീഡുമായി ബന്ധപ്പെട്ട് കണക്കുകളാണ് നമ്മളിപ്പോ ചെയ്തത്. അതിന്റെ ഇക്വേഷൻസും അതേ ഒന്നിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഈ പ്രോബ്ലംസ് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, ബൈ.